ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിളവെടുപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്ന കപ്പയാണ്. നമ്മുടെ നാടൻ കപ്പയാണോ എന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞൊരു ഉത്സവത്തിന് ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പക്കമ്പ് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കമ്പ് വിലയ്ക്ക് മേടിച്ച് അത് 4ആയിട്ട് മുറിച്ച് ഇവിടെ ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 പിടിച്ചു, 2 പോയി. അപ്പോൾ എന്തായാലും വിളവെടുക്കാനുള്ളതൊക്കെ സമയം കഴിഞ്ഞു. എങ്കിലും ഇനി നിർത്തിയിട്ട് കാര്യമില്ല. അപ്പം വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് മണ്ണ് ഒത്തിരി ഇളക്കാനുണ്ട്. അതെന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ വാപ്പ രാവിലെ തൂമ്പയും കോടാലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പണി തുടങ്ങി. അപ്പോൾ ഒത്തിരി കുഴിക്കാനുണ്ട്. ഇത് ഒത്തിരി താഴേക്ക് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഇവിടെ ഈ കപ്പക്കമ്പ് നട്ട് കഴിഞ്ഞ് ഇവിടെ കുറച്ച് പൂഴിയും കൂടെ ഇറക്കേണ്ടി വന്നിരുന്നു. അപ്പം അതൊത്തിരി നമുക്ക് ഇളക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. കുറേ കുഴിക്കാനുണ്ട്. അടിയിലേക്ക് പോയെന്ന് തോന്നുന്നല്ലേ. ആയിട്ടില്ല അപ്പി? ഇല്ലേ, ആയിട്ടില്ല. ആയി വരുന്നു. നിക്ക് പയ്യനെ എടു. ചെറുതല്ലേ? ആയിട്ടില്ലേ? പക്ഷെ എന്തോ എങ്ങനെ അറിയാൻ പറ്റും ഇത് ഇത്രയും വലുതായി? ഇനി ഇങ്ങോട്ട് വലുതാകാം. അത് മേലെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടി കൊണ്ട് കണ്ട മുഴുത്തതാ. അതവിടെ ഇനി കുഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേ 2-3 പൊട്ടിയല്ലേ താഴെയിലും. ഇത് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കപ്പ വിളവെടുത്ത് കഴിഞ്ഞ് അതൊത്തിരി പൊട്ടിപ്പോയി. ഇത് 2ാമത്തെ കപ്പ ഞങ്ങൾ വിളവെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊത്തിരി കുഴിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാക്സിമം നമുക്ക് പൊട്ടാത്ത രീതിയിൽ എടുക്കാൻ ട്രൈ ചെയ്യാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത് വാപ്പ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വീതിയിലാണ് ഞങ്ങൾ കുഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം കപ്പ പൊട്ടാതെ കിട്ടാം എന്നുള്ള രീതിയിലാണ്. ഭയങ്കര ഹാർഡാണ് കേട്ടോ. കാണുന്ന പോലെയല്ല. പൂഴിയും കൂടെ ഇറക്കിയത് കാരണം ഇത് ഭയങ്കര ടൈറ്റായിപ്പോയി ആ മണ്ണ്. അപ്പോൾ ഇത് 2ാമത്തെ കപ്പയും കൂടെ വിളവെടുത്തിട്ടുണ്ട്. അപ്പം കുഴി കണ്ടോ, ഞങ്ങൾ ഒരു ഉൽക്ക വന്ന് വീണ് പതിച്ചതുപോലെയുള്ള കുഴിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയും കുഴി ഒത്തിരിയൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. ഇത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും കുറേയൊക്കെ കപ്പ നമുക്ക് പൊട്ടിപ്പോയി. അത് ആ കുഴിയിലുണ്ട്. പക്ഷേ അത് ഇനി കുഴിക്കാൻ വയ്യ. അപ്പം എന്തായാലും കിട്ടിയത് മതി, നമുക്കതുകൊണ്ട് സന്തോഷിക്കാം. അപ്പോൾ ഇതാണ് 2ാമത്തെ കപ്പയുടെ വിളവെടുപ്പ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരാളെ കൊണ്ടൊന്നും പൊക്കാൻ നടക്കുന്ന കാര്യമല്ല. നല്ല രീതിയിൽ വെയിറ്റുള്ള കപ്പയാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 കമ്പ് കുത്തിയതിൽ നിന്ന് കിട്ടിയ വിളവെടുപ്പുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലിങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് വിളവെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ ടഫൊന്നുമല്ല. കപ്പയ്ക്കൊന്നും വലിയ പരിചരണം വേണ്ട കേട്ടോ. എല്ലാവർക്കും വീട്ടിലൊരു കപ്പക്കമ്പാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട് നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ വിളവെടുക്കാം. അപ്പം നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങിയും കറി വെച്ചും ഒക്കെ കഴിക്കാൻ പറ്റും.
അങ്ങനെ ഞങ്ങൾ വാപ്പ കപ്പയൊക്കെ പറിച്ച് വളരെ തളർന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് അങ്ങ് വിശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.